ദൈവവിശ്വാസിയല്ല എന്ന് എല്ലാവരോടും ആണയിട്ടാലും എനിക്കറിയാം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരാൾ തന്നെയാണ് എന്ന്. ചില ദിവസങ്ങളിൽ എൻ്റെ വിഷമങ്ങൾ കൈവിട്ടു പോകുമ്പോൾ രാത്രിയോടടുത്ത് എൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള കപ്പേളയിൽ പോകാറുണ്ട്. അവിടെ മാതാവിൻ്റെ അടുത്ത് എൻ്റെ വിഷമങ്ങൾ പങ്കുവെക്കാറുണ്ട്. ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതാകുമ്പോൾ അഭിപ്രായം ചോദിക്കാറുമുണ്ട്. പുള്ളിക്കാരി എന്നെ നോക്കി ചിരിക്കാറുമുണ്ട്. എന്നെ നന്നായി കേട്ടു എന്നറിയിക്കാൻ എനിക്ക് ഉഗ്രനൊരു രോമാഞ്ചം തന്ന് അനുഗ്രഹിക്കാറുമുണ്ട്. ഒരുപക്ഷെ എനിക്ക് ഏറ്റവും സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ് അവിടം. 10 മിനിറ്റ് അവിടെ നിന്ന് 10 തിരി കത്തിച്ചാൽ എനിക്കൊരു വല്ലാത്ത സുഖമാണ്. അവിടെ തീപ്പെട്ടി ഉണ്ടാകാറില്ല. ആരേലും കത്തിച്ചു വെച്ച തിരിയിൽ മുട്ടിച്ചാണ് ഞാനും തിരി കത്തിക്കാറ്. രാത്രി വൈകി ചെല്ലുന്ന ദിവസങ്ങളിൽ തിരികളെല്ലാം കത്തിത്തീർന്നെങ്കിൽ എനിക്ക് തിരി കത്തിക്കാനും പറ്റാറില്ല. ഒരു ദിവസം ഞാൻ അതിഭയങ്കരമായ സങ്കടത്തിലായി ഓഫീസിൽ തന്നെ ഇരിപ്പായിരുന്നു. പുറത്ത് നല്ല മഴയുള്ളതുകൊണ്ട് മാതാവിൻ്റെ അടുത്തോട്ട് പോകാനും മടി. ഇരുന്നിരുന്ന് വട്ടായപ്പോൾ രാത്രി വൈകി കുടയെടുത്ത് നേരെ അങ്ങോട്ട് തന്നെ വിട്ടു. ദൂരെ നിന്ന് നോക്കുമ്പോഴേ കാണാം സ്റ്റാൻഡിൽ തിരിയൊന്നും കത്തി നിൽപ്പില്ല. മാതാവിനോട് കുറേ വിഷമം പറഞ്ഞെങ്കിലും ഇന്ന് ആ മുഖത്ത് ചിരിയും കണ്ടില്ല, രോമാഞ്ചവും കിട്ടിയില്ല. ആകെ മൂഡ് ഓഫായി തിരികെ പോരാൻ തുടങ്ങുമ്പോൾ സ്റ്റാൻഡിൽ ഒരു തിരിയുടെ അവസാന നാളം തിളങ്ങുന്നത് കണ്ടു. സത്യത്തിൽ എനിക്ക് വല്ലാത്ത കുളിര് കയറി. വേഗം ക്യാൻഡിൽ ബോക്സ് ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് ആ നാളത്തിൽ നിന്ന് തിരി കത്തിച്ച് എല്ലാം കുത്തി നിർത്തി. ഞാൻ നിർവൃതിയോടെ മാതാവിനെ നോക്കിയപ്പോൾ ആ മുഖത്തുണ്ട് പതിവിലും ഭംഗിയുള്ള എനിക്കായുള്ള പുഞ്ചിരി. അതോടെ ഞാൻ ഫുൾ ചാർജായി. എനിക്കറിയാം എന്നെ പുള്ളിക്കാരി അങ്ങനൊന്നും കൈവിടില്ല. കാരണം ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പത്തിലാണ്. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.